Thank you, Chef Dina, for this tastiest chicken recipe. Hi friends, welcome to my channel Baby's Taster. ഈ 2024 ക്രിസ്മസ് സീരീസിലെ 4ാമത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതൊരു നല്ല ചിക്കന്റെ കറിയാണ്, ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്, കേരളയുടെ അല്ല. അപ്പം അതിനെന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്നുള്ള ഞാൻ പറയാം. ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് പോയാലോ. പിന്നെ ഈ വീഡിയോ ഇൻട്രോയിൽ തന്നെ ഞാൻ നിങ്ങളെല്ലാവരെയും നല്ലൊരു മെറി ക്രിസ്മസും ഒരു ന്യൂ ഇയറും വിഷ് ചെയ്യാണ്. ചിക്കൻ റെസിപ്പിയാണ് ഞാൻ പറഞ്ഞതല്ലോ. ഇത് എന്താന്ന് വെച്ചാൽ ചിക്കൻ ഉപ്പ് കറി എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ അത് വിചാരിച്ചിട്ട് മുഴുവൻ ഉപ്പിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൽ അതിനെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നമുക്ക് ആദ്യം തന്നെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതാ 1 ടീസ്പൂൺ ജിഞ്ചറും 1 ടീസ്പൂൺ ഗാർലിക്കും കൂടിയുള്ള പേസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ആദ്യം തന്നെ അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഇത് മാരിനേറ്റ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, ഫെനൽ സീഡ്, പെരുംജീരകം, കൂടുതൽ തന്നെ ഓൾ സ്പൈസസ്, ഒരു 3 ഏലക്ക, ഒരു കഷ്ണം കാരാമ്പൂ, ഒരു കഷ്ണം ബേ ലീഫ്, ഒരു 5-8 കുരുമുളക്. ഇനി അടുത്തത് ഒരു 2 ടേബിൾ സ്പൂൺ ചതച്ച ഇഞ്ചി, അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ചതച്ച വെളുത്തുള്ളി, ഇത് 2 മിനിറ്റ് ഇളക്കിയ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി അടുത്തത് ചുവന്ന മുളകാണ് ഇടുന്നത്. ഈ മുളകിനുള്ള പ്രത്യേകത ഞാൻ കാണിക്കാം. ഇത് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഗുണ്ടുമുളക് എന്നാണ് ഇതിന്റെ പേര്. ഇതാണ് ഈ കറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് ഞാനൊരു 10-15 ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്, അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിന്ന് ഉണ്ടാക്കുന്ന ചിക്കൻ റെസിപ്പിയുടെ പേരാണ് ചിക്കൻ ഉപ്പ് കറി. ഇതൊരു തമിഴ്നാട് റെസിപ്പിയാണ്. തമിഴ്നാട്ടിലെ ഒരു ഫേമസ് ഷെഫ് ഉണ്ട്, ഡീന എന്ന് പറഞ്ഞിട്ട്. പുള്ളി ഒരു ഡീന എന്ന് പേരാണെങ്കിലും ഒരു മെയിൽ ഷെഫാണ്. പുള്ളിയുടെ റെസിപ്പിയാണ് ഇന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഈ ഒരു മുളക്, പുള്ളി അതിനെപ്പറ്റി ഒരു സ്റ്റോറി ആയിട്ട് പറഞ്ഞ എന്താന്ന് വെച്ചാൽ, വീടുകളിൽ അമ്മമാർക്ക് ഒരു കോഴി, എന്നാൽ വീടുകളിലൊക്കെ ചിക്കനൊക്കെ വളർത്തുന്ന സമയമാണ്, ഒരു കോഴി ഉണ്ടെങ്കിൽ വേറെ കാര്യമായ സ്പൈസസ് ഒന്നുമില്ല, ഒരു ഹോൾ സ്പൈസസ്, അതായത് ഒരു കറുവപ്പട്ടയും ഏലക്കയും കുറച്ച് കുരുമുളകും കുറച്ച് ചതമുളകും വെളുത്തുള്ളിയും ഒക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി എന്ന് പറഞ്ഞിട്ടാണ് ഈ ചിക്കൻ ഉപ്പുകറി എന്നാണ് പുള്ളി അതിനകത്ത് പറയുന്നത്. അപ്പം ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. അപ്പം അതിനുള്ള പ്രത്യേകത ഈ ഒരു മുളകാണ് യൂസ് ചെയ്യുന്നത് മാത്രം. നന്നായി വഴണ്ടിട്ടുണ്ട്. ഇനി ഞാനൊരു 10-25 അല്ലെങ്കിൽ 30 ചെറിയ ഉള്ളി, അത് ഈ ഒരു കഷ്ണത്തിലാണ് ആക്കിയിരിക്കുന്നത്. ഇതാക്കിയിട്ട് ഇങ്ങനെ വഴറ്റാനിടുക. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ഇനി കൊച്ചുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ സവാളയായാലും യൂസ് ചെയ്യാം. പക്ഷെ കൊച്ചുള്ളി യൂസ് ചെയ്യുന്നതാണ് ടേസ്റ്റ് എന്നാണ് അതിനകത്ത് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കൊച്ചുള്ളി തന്നെ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് വഴറ്റുന്നത്. ഇനി അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ചേർക്കാൻ പോവുകയാണ്. അപ്പൊ ഞാൻ ഈ ഇട്ടേക്കുന്ന ഉള്ളിക്കും മറ്റും മാത്രമുള്ള ഉപ്പ് ഇടുകയാണ്. കാര്യം നേരത്തെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ടുന്ന ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഈ കൊച്ചുള്ളി ഇത്രത്തോളം വഴണ്ടപ്പം ഇനി നമ്മൾ അതിനകത്തേക്ക് ഇത്രയും കൂടെ കുറച്ച് വെളുത്തുള്ളി മുറിച്ചതും കൂടി ഞാൻ ഇടുകയാണ്. ഇനി ഇപ്പൊ ഇത് ഇത്രയും വഴറ്റിയിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഞാൻ ഇട്ട് ഇളക്കാൻ പോവാണ്.
നമ്മൾ ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ഫ്രഷ് കരിവേപ്പിലയും കൂടെ ഇടുകയാണ്. നമുക്കൊന്നും കൂടെ നന്നായി ഇളക്കി വെച്ചിട്ട് ഇനി ഇതിനകത്തേക്ക് ഇതിപ്പോൾ നന്നായി ഇളക്കിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു 4 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുകയാണേ. അത് വീണ്ടും ഞാൻ ഇളക്കുകയാണ്. ഇനി നന്നായിട്ട് അടച്ച് ഒരു 15 മിനിറ്റെങ്കിലും ഞാൻ വേവിക്കും. അതിനിടയ്ക്ക് നിങ്ങളും തുറന്ന് നോക്കണം. നിങ്ങൾ ചട്ടി അടിയിൽ പിടിക്കുകയോ എടുക്കുന്നുള്ളൊക്കെ തുറന്ന് നോക്കുക. കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും വേവിച്ചെങ്കിലേ ഇതിൻ്റെ കറക്റ്റ് വേഗം ആവുള്ളൂ. ഇപ്പം ഞാൻ അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഫ്രണ്ട്സ്, ഇപ്പം ഏകദേശം ഒരു 15 മിനിറ്റ്സോളം സ്ലോ കുക്ക് ചെയ്തിട്ട് കണ്ടോ ആ ചിക്കൻ കറി ആയ പരുവം നോക്കിയാൽ എന്നാ ടേസ്റ്റ്, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇനി ഇതാ അതിനകത്തേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ എന്താ ആഡ് ചെയ്ത് നോക്കി. ഞാൻ 2 പ്രാവശ്യം തുറന്ന് നോക്കിയിരുന്നു, അടിയിൽ പിടിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യം നമ്മൾ ചെറിയൊരു ഗ്ലാസ്സിലാണ് വെള്ളം ഒഴിച്ചെങ്കിലും കൂടെ ചിക്കനിലും വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും സ്ലോ കുക്കായിട്ട് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതാ കുറച്ച് പെപ്പർ പൗഡർ ഇടുകയാണ്. കൂടുതൽ തന്നെ കുറച്ച് ഫ്രഷ് കൊറിയാണ്ടർ ലീവ്സും കുറച്ചും കൂടെ കറി ലീവ്സും കൂടെ ഇടുകയാണ്. ഇനി ഒന്നും കൂടെ നമ്മൾ ഇളക്കുകയാണ്. നല്ല സ്മെല്ലാണ് കേട്ടോ, പ്രതീക്ഷിക്കാത്തൊരു സ്മെല്ലാണ് കേട്ടോ, അടിപൊളി. വെറുതെ നമ്മൾ ചിക്കൻ മസാല ഇടണം, അല്ലെങ്കിൽ മല്ലിപ്പൊടി ഇടണം, മുളക് പൊടി ഇടണം എന്നൊക്കെ വെറുതെ വിചാരിക്കുന്നതാണ്. ഇങ്ങനെയായാലും ഉണ്ടാക്കാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഈ ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്ത ചിക്കൻ ഉപ്പുകറി, തമിഴ്നാട് റെസിപ്പി ചിക്കൻ ഉപ്പുകറി ഇതാ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി കാണിക്കുകയാണേ. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉണ്ടാക്കി കാണിച്ച തമിഴ്നാട് ചിക്കൻ ഉപ്പുകറി റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഈ ക്രിസ്മസിനോ ന്യൂ ഇയറിനോ ഒന്ന് ട്രൈ ചെയ്യുക. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. എല്ലാവർക്കും ഒരു മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഫ്രണ്ട്സ്.